മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബർസേലിയസ്. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ: ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ലെഡ്, പ്ലംബിസം. ലെഡ്, പ്ലംബിസം. ലെഡ്, പ്ലംബിസം. കോപ്പർ വിൻസൺസ് രോഗം. കോപ്പർ വിൻസൺസ് രോഗം. പൊട്ടാസ്യം ഹൈപ്പോകലേമിയ. പൊട്ടാസ്യം ഹൈപ്പോകലേമിയ. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ലെഡ്, പ്ലംബിസം. കോപ്പർ വിൻസൺസ് രോഗം. പൊട്ടാസ്യം ഹൈപ്പോകലേമിയ. ആർസനസ് ബ്ലാക്ക് ഫുട്ട് രോഗം. അലുമിനിയം അൾഷിമേഴ്സ്. നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ലെഡ്, പ്ലം. എന്തോന്നാണ് അകത്തിരുന്ന് പഠിച്ച ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെയും വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേ എന്തിന്? എന്തൊന്നും വേണം മാമേട്ടന് ഇപ്പൊ? എനിക്ക് ആരും വേണം. എനിക്ക് വലിയ കഷ്ടമായല്ലോ ഇത്. ഒരു ദിവസം നിങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വയ്യേ? ഒരു ദിവസം കൊച്ചിരിക്കാനാ ഞാൻ ഒന്ന് പഠിച്ചോട്ടെ പ്ലീസ്. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ലെഡ്. തെറ്റിപ്പോണ എനിക്ക്. തെറ്റിപ്പോ ആഹാരം ഇങ്ങനെ പാവം പോലെ എന്റെ ഫ്രണ്ട് നിൽക്കണത് എന്റെ മനസ്സ് മാറൂല. ഞാൻ ഇത് പഠിച്ച് ജോലി മേടിക്കാനായിട്ട് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കണം. ഒന്ന് മാറത്തുന്നതാണ് അങ്ങോട്ട്. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്. ലെഡ്, പ്ലംബിസം. കോപ്പർ വിൻസൺസ് രോഗം. പൊട്ടാസ്യം ഞാൻ വെക്കാൻ പോണേ ബോളം. എന്ത് കഷ്ടമാണ് അങ്കിളിന് എന്ത് വേണ്ടേ? എനിക്ക് വിശക്കണ്ടി. ഫുഡ് ഉണ്ടാക്കണം. ഇത്രയല്ലേ ഞാൻ ഉണ്ടാക്കി തന്നെ. ബാ നീ വിളിച്ചോണ്ടോ മിടിക്ക് ചക്കര. ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? എന്റെ പൊന്നങ്ങളെ ഇങ്ങോട്ട് കാര്യം പറയട്ടെ. അതെ തന്നെ ശ്രദ്ധിച്ചു വെക്കണം. ദേ അപ്പച്ചി ഒരു നല്ല കാര്യമല്ലേ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ പഠിക്കണ നല്ല കാര്യം തന്നെ. എനിക്ക് വിശക്കണ അത്ര നല്ല കാര്യമല്ലേ. അപ്പച്ചി പഠിച്ചോ. ഞാൻ പറഞ്ഞോളൂ. പഠിച്ചോ. എന്റെ പൊന്നങ്കളെ, അങ്കിളിനും കൂടെ വേണ്ടിട്ടല്ലേ അപ്പച്ചി പഠിക്കണേ? അങ്കിളുടെ അടുത്ത് സ്നേഹമുള്ളണ്ടല്ലേ അപ്പച്ചി പഠിക്കുന്നേ? അങ്ങളെ കൂടെ നോക്ക്. ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം. തമാശ അടിക്കില്ല, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയുമ്പോ ശ്രദ്ധിക്കാതെ എന്ത് കഷ്ടം നോക്കണേ. ശ്രദ്ധിച്ച് കേളങ്ങോട്ട്. അങ്ങളെ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും കോമ്പൻസേറ്റ് ചെയ്തൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണം. മനസ്സിലായോ? അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ അലമ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമില്ലേ പുള്ളിക്കാരി ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്കിൾ ഇങ്ങനെ പോയി ശല്യപ്പെടുത്താണ്ട് വേണ്ടേ? അങ്കിളിന് പറ്റുന്ന കാര്യം അങ്കിൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പച്ചിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അങ്കിളിന് വേണ്ടിട്ട് ഇങ്ങനെ പഠിക്കുന്നേ. അല്ലേ? അപ്പൊ അങ്കിൾ എന്ത് ചെയ്യണം? അപ്പച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അങ്കിള് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്കിള് സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കണം. മനസ്സിലായ? ശങ്കര കൊച്ചെറുക്കാൻ പറയണ കേട്ടോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തുള്ളണ. അങ്കളെ ഈഗോ ഒക്കെ വിടണം കേട്ടല്ല. മനസ്സിലായോ? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഓക്കെ ബാ. അപ്പൊ ചെന്നി ശല്യപ്പെടുത്തൂല്ലോ. ബാ. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല. ഞാൻ വിശന്ന് ചാവണ്ടെന്ന് ചോദിച്ചിട്ടാണ് പോണത്. ഓ ശരി. രണ്ടും പോകുമ്പോ എനിക്ക് ഒരു ഓംലെറ്റ് എടുത്ത് തരണേ. ഓംലെറ്റ് ഉണ്ടായത്. ഉള്ളി കൂട്ടി എടുക്കണേ. എന്ത് ഉള്ളി കൂട്ടി എടുക്കണേ? അതും എടുക്കാം. പിങ്കി, പച്ചമുളകിന് പകരം എനിക്ക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പാവം പഠിക്കല് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. ഒരുപാട് വേവാതെ നോക്കണേ. വൺ സൈഡ് മതി. എന്ത് ദേഷ്യം പറഞ്ഞ? നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തരാറുണ്ടല്ലോ. അത് തന്നെ. കുഴപ്പമില്ല. ഈഗോ കൺട്രോൾ. ബ്രീത്ത്.